ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ളോൻ ബലമുള്ള ഗോപുരം ആപത്തിൽ സങ്കേതം. അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ളോൻ ബലമുള്ള ഗോപുരം ആപത്തിൽ സങ്കേതം. അവന്റെ ചാരയോടിയണഞ്ഞവൻ ആശ്വാസമനുദിനവും. അവന്റെ ചാരയോടിയണഞ്ഞവൻ ആശ്വാസമനുദിനവും. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി. അകൃത്യങ്ങൾ അകറ്റിയ അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി. ആദിവ്യ തേജസ്സിനഭിഷേകത്താലൻ ജയത്തോടെ നടത്തിടുന്നു. ആദിവ്യ തേജസ്സിനഭിഷേകത്താലൻ ജയത്തോടെ നടത്തിടുന്നു. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ സമയങ്ങളിൽ ആ ദേശത്ത് നടന്നതായ പല സംഭവങ്ങളും ആനുകാലികമായ പല കാര്യങ്ങളും സാദൃശ്യവൽക്കരിച്ചുകൊണ്ടാണ്, ഉപമകളായും സദൃശങ്ങളുമായിട്ടുമാണ് എല്ലാവരോടും തൻ്റെ വചനപ്രഘോഷണം നടത്തിക്കൊണ്ടിരുന്നത്. കർത്താവ് രോഗികളെ സൗഖ്യമാക്കി, ഭൂതബാധിതർക്ക് സൗഖ്യം കൊടുത്തു, കണ്ണുകുരുടർക്ക് സൗഖ്യം കൊടുത്തു, മരിച്ചവരെ ഉയർപ്പിച്ചു. ഇതെല്ലാം അത്ഭുതങ്ങൾ ചെയ്തുവെങ്കിലും യേശുക്രിസ്തുവിൻ്റെ പ്രസംഗ വിഷയം എന്ന് പറയുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു. ദൈവരാജ്യം നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് ആ ദൈവരാജ്യം തിരികെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ. സ്തോത്രം. അപ്പോൾ കർത്താവ് പല സദൃശ്യങ്ങൾ വഴിയായിട്ട് അന്നത്തെ ജനത്തോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ കർത്താവ് പറഞ്ഞതായ ഒരു വാക്യത്തെ ആധാരമാക്കി ഇന്നത്തെ ചിന്തകൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ
18-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞുകൊണ്ട് ഇരുന്നതിനിടയിൽ ഒരു കാര്യം അവരോട് പ്രത്യേകം പറഞ്ഞു. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ നിങ്ങളോട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്, സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതെങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഹൗ ഡു യു റെസ്പോണ്ട്? ഹൗ ഡു യു അക്സെപ്റ്റ്? നിങ്ങളത് എങ്ങനെ കേൾക്കുന്നു എന്ന് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. കാരണം നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അത് നിങ്ങളിൽ ക്രിയ ചെയ്യുന്നത്. ഞാൻ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെ സ്വർഗരാജ്യത്തിൽ പോകാമെന്ന് പറയുന്നുണ്ട്, ഇതെല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളത് എങ്ങനെ കേൾക്കുന്നു എന്ന് നിങ്ങൾ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്തോത്രം. കാരണം നിങ്ങളത് സൂക്ഷിച്ച് വേണ്ടവണ്ണം കേട്ടാൽ മാത്രമേ നിങ്ങൾക്കതുകൊണ്ട് പ്രയോജനം വരികയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്തോത്രം. നമുക്ക് വായിക്കാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ സ്നാപക യോഹന്നാൻ പറഞ്ഞതായ കാര്യം, അത് സ്വീകരിച്ച കാര്യമാണ് അവിടെ പറയുന്നത്. ഹെരോദ തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹെരോദ്യയെ പരിഗ്രഹിച്ചതുകൊണ്ട് അവൾ നിമിത്തം ആളയച്ചു യോഹന്നാനെ പിടിച്ച് തടവിലാക്കിയിരുന്നു. സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് യോഹന്നാൻ ഹെരോദാവോട് പറഞ്ഞിരുന്നു. യോഹന്നാൻ സ്നാപകൻ അന്നത്തെ രാജാവായിരുന്ന ഹെരോദാവിനോട് മുഖത്ത് നോക്കി പറഞ്ഞിരുന്നു, നിന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോദിയെ നീ വെച്ചുകൊണ്ടിരിക്കുന്നത് ഉചിതമല്ല, നിന്റെ പോക്ക് ശരിയല്ല എന്ന് സ്നാപക യോഹന്നാൻ വ്യക്തമായി ഹെരോദാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നു. ആ വചനം ഹെരോദാവ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. യോഹന്നാനെ പിടിച്ച് തടവിലാക്കിയിരുന്നു. സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്ന നിനക്ക് വിഹിതമില്ല എന്ന് യോഹന്നാൻ ഹെരോദാവോട് പറഞ്ഞിരുന്നു. ഹെരോദ്യോ അവൻ്റെ മേൽ പകവെച്ചു, അവനെ കൊല്ലുവാനും ഇച്ഛിച്ചു, സാധിച്ചില്ല താനും. എക്കാലത്തും അങ്ങനെയാണ്. പാപത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഏത് സ്ഥാനിയാണെങ്കിലും പാപത്തോട് യാത്ര പറയുവാൻ മനസ്സിലായെങ്കിൽ പറഞ്ഞവനെതിരെ വാളെടുക്കും. അതെല്ലാ കാലത്തെയും അനുഭവമാണ്. ക്രിസ്തീയ കോളത്തിലും അങ്ങനെ തന്നെയാണ്. പാപം വിടുവാൻ മനസ്സില്ലാത്തവൻ പാപം ചൂണ്ടിക്കാണിക്കുമ്പോൾ ആര് ചൂണ്ടിക്കാണിച്ചോ അതിനെതിരെ അവനെ തകർക്കുക എന്നുള്ളതാണ് ആ പാപം വിടാത്തവൻ്റെതായ ലക്ഷ്യം. ഇപ്പോൾ ഹെരോദ്യ എങ്ങനെയും യോഹന്നാൻ സ്നാപകനെ വകവരുത്തണമെന്ന് ആലോചിച്ചു, അതിനുവേണ്ടി ഇച്ഛിച്ചു. എന്നാൽ യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് ഹെരോദാവിനുണ്ടായിരുന്ന അഭിപ്രായം എന്താണ്? 20-ാം വാക്യം. യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷൻ എന്ന് ഹെരോദാവ് അറിഞ്ഞ്. ഹെരോദാവിന് നന്നായിട്ട് അറിയാമായിരുന്നു യോഹന്നാൻ സ്നാപകൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനാണ്. വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഇദ്ദേഹം ബഹുമാനിക്കപ്പെടേണ്ട ആളാണ്, നീതിയും വിശുദ്ധിയുമുള്ള മനുഷ്യൻ എന്ന് ഹെരോദാവ് അറിഞ്ഞു. അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. അപ്പോൾ യോഹന്നാൻ സ്നാപകനെ ഭയപ്പെട്ടു. കാരണം നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനാണ്. ആ ഒരു ബഹുമാനം റെഫറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകനെ കാത്തുകൊള്ളുകയും ചെയ്തു. അവൻ്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോന്നു. വചനം കേൾക്കുമ്പോൾ ഒരു കുറ്റബോധം ഉണ്ടാകുന്നുണ്ട്. കാരണം യോഹന്നാൻ സ്നാപകൻ ഹെരോദാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിന്റെ സഹോദരൻ്റെ ഭാര്യ ഹെരോദിയെ നീ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. ആ വചനം കേൾക്കുമ്പോൾ ഹെരോദാവിൻ്റെ മനസ്സിൽ കുത്തുകൊള്ളുന്നുണ്ട്. അവൻ വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോകുന്നു. വചനം കേൾക്കുമ്പോൾ പാപബോധം ഉണ്ടാകുന്നുണ്ട്. ജീവിതം ശരിയല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളറകൾ ശരിയല്ല, എൻ്റെ രഹസ്യ ജീവിതം ശരിയല്ല. ഇത് ശരിക്കും ഹെരോദാവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ കലങ്ങുകയും ചെയ്തിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇങ്ങനെ പോയാൽ ശരിയല്ല, നിശ്ചയമായിട്ട് എനിക്ക് പാപത്തോട് യാത്ര പറയണം, ഈ ബന്ധം ഉപേക്ഷിക്കണമെന്ന് വാസ്തവത്തിൽ ഹെരോദാവ് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അവൻ ആ പാപബന്ധനങ്ങളെ വിടുവാൻ ഹെരോദാവ് തയ്യാറായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഇടപെടുമ്പോൾ നിശ്ചയമായും നമ്മുടെ ഹൃദയത്തിലെ പാപങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരും. പാപബോധം നമ്മൾക്ക് ലഭിക്കും. ഇത് ശരിയല്ല, ഈ മദ്യപാനം നിർത്തണം, ഈ അശുദ്ധി നിർത്തണം, ഇതൊന്നും ശരിയല്ല എന്ന് ബോധം കിട്ടും. അതിനോട് യാത്ര പറയണമെന്നൊരു ഇളക്കമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഹെരോദാവ് ഒരിക്കലും ഹെരോദിയെ വിട്ടുപിരിയാൻ തയ്യാറായിരുന്നില്ല. പാപത്തെ വിട്ടുപറയാൻ ഹെരോദാവിന് മനസ്സായിരുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. 27-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്താണ് സംഭവിച്ചത്? എങ്ങനെ കേൾക്കുന്നെന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. ഹെരോദാവ് കേട്ടു, പക്ഷേ കേൾക്കേണ്ടതുപോലെ കേട്ടില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഹെരോദിയെ വെച്ചുകൊണ്ടിരിക്കുന്നത്
നിനക്ക് ഉചിതമല്ല, വിഹിതമല്ല എന്ന ദൈവത്തിൻ്റെ ആത്മാവ് യോഹന്നാൻ സ്നാപകനിൽ കൂടി പറഞ്ഞു. അത് കേട്ടു, ഇളകിയെങ്കിലും ആ ബന്ധം ഉപേക്ഷിക്കുവാൻ അവൻ തയ്യാറാകാത്തത് കൊണ്ട് ആത്യന്തികമായിട്ട് എന്താണ് സംഭവിച്ചത്? ഉടനെ രാജാവ് ഒരകമ്പടിയെ അയച്ചു, അവൻ്റെ തല കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. സ്തോത്രം. അവസാനമായിട്ട് സംഭവിച്ചത് എന്താണ്? കേട്ടു, നീതിയും വിശുദ്ധിയുള്ള പുരുഷനാണെന്ന് വിശ്വസിച്ചു, ഭയപ്പെട്ടു, അവനെ കാത്തുകൊണ്ടു. എല്ലാം ശരിയാണെങ്കിലും വചനം കേട്ട് കലങ്ങിയെങ്കിലും എന്നാൽ ആ വചനം അവൻ്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്ത് പാപബോധമുണ്ടായിട്ട് ആ പാപത്തോട് യാത്ര പറയാതിരുന്നതുകൊണ്ട് അവസാനം യോഹന്നാൻ സ്നാപകനെ ശിരച്ഛേദം ചെയ്യേണ്ടതായിട്ട് വന്നു. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. പാപബോധം കിട്ടിയിട്ടും പാപത്തോട് യാത്ര പറയാതെ വീണ്ടും വചനം കേൾക്കുന്നത് അപകടകരമാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം നമുക്ക് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം. അവിടെ പൗലോസ് ലീഗ അഥേനയിൽ ചെന്ന് അവിടെ വചനം പ്രസംഗിക്കുന്ന കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. 17-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു. അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു. എപ്പിക്കൂര്യരും സ്തോയിക്കരും ആയ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു. ഈ വിടുവായൻ എന്തു പറവാൻ പോകുന്നു എന്ന് ചിലരും, അവൻ യേശുവിനെയും പുനരുത്ഥാനത്തെയും പ്രസംഗിക്കൊണ്ട് ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നവൻ എന്ന് തോന്നുന്നു എന്നും മറ്റു ചിലരും പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അഥേന എന്ന് പറയുന്ന ഇന്നത്തെ ഗ്രീസിൻ്റെ തലസ്ഥാനമാണ്. എല്ലാവിധ പരിഷ്കാരങ്ങളും നിറഞ്ഞതായ, സംസ്കാരവും നിറഞ്ഞതായ വലിയ പട്ടണമായിരുന്നു അന്ന് അഥേന എന്ന് പറയുന്നത്. അവിടെ തത്വജ്ഞാനികളുണ്ടായിരുന്നു, വളരെ അറിവുള്ളവരുണ്ടായിരുന്നു. അവരിൽ ഒരു കൂട്ടരായിരുന്നു എപ്പിക്കൂര്യർ എന്ന് പറയുന്നത്. എപ്പിക്കൂര്യൻ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന് 300 വർഷം ജീവിച്ചിരുന്ന ആളായിരുന്നു എപ്പിക്കൂറോസ്. അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് ദൈവമില്ല, മനുഷ്യന് ആത്മാവില്ല, മരണശേഷം ഒരു ജീവിതവുമില്ല, അതുകൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. സ്തോത്രം. ഈ ജീവിതത്തിൽ മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതാണ് എപ്പിക്കൂര്യൻ ചിന്താഗതി എന്ന് പറയുന്നത്. സ്കോയിക്കർ എന്ന് പറയുന്നു അതുപോലെ വേറൊരു ചിന്താഗതിയാണ്. ദൈവമുണ്ട്, എല്ലാ പദാർത്ഥങ്ങളിലും ദൈവമുണ്ട്, ദൈവത്തിൻ്റെ അംശമുണ്ട്, ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും അതും അവരുടെ ജീവിതവുമായിട്ട് ബന്ധമൊന്നുമില്ല. ഭൗതിക ചിന്താവാദികളായിരുന്നു ഈ സ്കോയിക്കർ എന്ന് പറയുന്നത്. എപ്പിക്കൂര്യരും സ്കോയിക്കരും വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളാണ് ഏറ്റവും ജ്ഞാനികൾ, ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് ആർക്കൊന്നും അറിഞ്ഞുകൂടാ എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അപ്പോൾ പൗലോസ് ലീഗ പറയുന്നതായ സുവിശേഷം എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് ഈ വിടുവായൻ എന്ത് പറയുവാൻ പോകുന്നു? വിടുവായൻ എന്ന് പറഞ്ഞാൽ കാര്യമാത്ര പ്രസക്തമല്ലാത്ത കാര്യങ്ങൾ പറയുന്നതായ വലിയ വിവരങ്ങളുള്ള ഒരാളല്ല എന്നാണ് ആ വിടുവായൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഒരു വിവരമില്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു കിടക്കുന്നതായ സുവിശേഷകന്മാർ എന്ന് മാത്രമേ ഈ എപ്പിക്കൂര്യർക്കും സ്കോയിക്കർക്കും അന്ന് പൗലോസ് ലീഗ അഥേനയിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ തോന്നിയിരുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവർ, ഇന്നും അങ്ങനെയാണ്. പലവിധമായ ചിന്താഗതികളുണ്ട്. ഞങ്ങളാണ് ജ്ഞാനികൾ, ഞങ്ങളെക്കാൾ കൂടുതൽ ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് സയൻസിൻ്റെ എല്ലാ തലങ്ങളും അറിയാം, എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. ഈ സുവിശേഷകന്മാരെന്ന് പറയുന്നത് പഴയ വേദപുസ്തകമായിട്ട് നടന്ന് പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയുന്നതായ പാപിയുടെ രക്ഷകനാണ് കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് പാപത്തിന് മോചനം, മരിക്കും, മരണശേഷം ഒരു ജീവിതമുണ്ട്, കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരും. ഇങ്ങനെ നൂറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ്, അല്ലെങ്കിൽ പറയുന്നത് മാത്രമാണ് സുവിശേഷമെന്ന് വളരെ തണുത്താണ്. ഇതിനെയെല്ലാം വില കുറച്ച് കാണുന്നതായ ഒരു കൂട്ടർ ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മുടെ സമൂഹത്തിലുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരെ തന്നെ വിചാരിക്കുന്നത് ജ്ഞാനികൾ എന്നാണ് വിചാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ തെക്കേ നടയിൽ പൗലോസ് ലീഗയുടെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പാടുവാനായി സഭ ഏർപ്പാടാക്കിയിരിക്കുന്നതായ ഗാനത്തിൻ്റെ 2ാം ഭാഗം ഇങ്ങനെയാണ്: പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു വരക്കുന്നു, ദൈവത്തിനുപദേശം തോ അവസാനിപ്പിപ്പോൻ ധന്യൻ. പലതരം ഉപദേശങ്ങൾ പാരിൽ മുളച്ചു പറക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഉപദേശം മീൻസ് തുടങ്ങി ദൈവത്തിൻ്റെ ഉപദേശം, ദൈവവചനത്തിൽ ആരംഭിച്ച് ദൈവവചനത്തിൽ അവസാനിക്കുന്ന വിശ്വാസം, ആ ജീവിതമാണ് ധന്യമായ ജീവിതമെന്ന് സഭയുടെ പിതാക്കന്മാർ അന്നേ നമ്മെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളതായ ചിന്താഗതിക്കാരായിരുന്നു എപ്പിക്കൂര്യരും സ്കോയിക്കരും. ഈ ഭൗതികവാദം, ഈ ലോകത്തിനപ്പുറം മറ്റു കാര്യങ്ങളൊന്നുമില്ല,
അവിടെ ചെന്നിട്ടാണ് പൗലോസ്ലീഹ അഥേനയിൽ ചെന്ന് പ്രസംഗിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ തത്വജ്ഞാനികളുടെ നാട്ടിൽ ഒരു എലൈറ്റ് ക്ലാസ്സിന് മുമ്പാകെയാണ് പൗലോസ്ലീഹ ഈ വലിയ പ്രസംഗം നടത്തുന്നത്. നമുക്കറിയാം പൗലോസ്ലീഹ നല്ല അറിവുള്ളയാളായിരുന്നു. ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ നിന്ന് സകല ഫിലോസഫിയും സകല മിതോളജിയും എല്ലാം പഠിച്ച് നല്ല തഴക്കവും പഴക്കവും ചെന്ന് വളരെ ജ്ഞാനിയായിരുന്നു പൗലോസ്ലീഹ. അതുകൊണ്ട് മറ്റ് പല സ്ഥലത്തും പറഞ്ഞിരിക്കുന്ന പോലെയല്ല, അവരുടെ എല്ലാ മിതോളജിയെ സ്പർശിച്ചുകൊണ്ട് അവരുടെ ചിന്താഗതികളെയെല്ലാം സ്പർശിച്ചുകൊണ്ട് അവസാനം നിങ്ങൾ മാനസാന്തരപ്പെടണം, കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, അവനെ പിതാവാം ദൈവം ഉയർപ്പിച്ചു, അവൻ വീണ്ടും വരും എന്നെല്ലാം പറഞ്ഞ് ആ പ്രസംഗം അവിടെ തീരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ജ്ഞാനികളുടെ നടുവിൽ വളരെ പണ്ഡിതോചിതമായിട്ട് സെൻറ്റ് പോൾ ഒരു വലിയ പ്രസംഗം നടത്തി. ദൈവത്തിൻ്റെ സ്തോത്രം. അവർ പറഞ്ഞു ഇവർ വിടുവായൻ എന്ത് പറയാൻ പോകുന്നതെന്നാണ് ചിന്തിച്ചത്. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവീൻ. അവരിതെല്ലാം കേട്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെ റെസ്പോൺസ് എന്തായിരുന്നു നമുക്ക് വായിക്കാം. 17-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 3 വാക്യങ്ങൾ, 32, 33, 34 വാക്യങ്ങൾ. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു. പൗലോസ്ലീഹ ഇങ്ങനെ മരിച്ചവർക്ക് പുനരുത്ഥാനമുണ്ടെന്നും മരണശേഷം ഒരു ജീവിതമുണ്ടെന്നും കേട്ടിട്ട് മിയർ അബ്സേർഡിറ്റി, ദൈവത്തിന് സിംപ്ലി ഫ്രൂളിഷ്നെസ്, ചിലർ പരിഹസിച്ചു. മറ്റു ചിലർ ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞു. ആദ്യത്തെ കൂട്ടർ നെഗറ്റീവ് ലിസണേഴ്സാണ്. ദൈവത്തിന് സ്തോത്രം. അവർ പരിഹസിച്ചു. രണ്ടാമത്തെ കൂട്ടർ ഒരു പാസീവ് ലിസണേഴ്സാണ്. ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് തീരുമാനമൊന്നും എടുക്കുന്നില്ല, കേട്ടു വിട്ടു. അപ്പോൾ ആദ്യത്തെ ആൾക്കാർ നെഗറ്റീവ് ലിസണേഴ്സാണ്, ഇവർ പാസീവ് ലിസണേഴ്സാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 34-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു. ചില പുരുഷന്മാർ, ദൈവത്തിന് സ്തോത്രം, അവനോട് ചേർന്ന് വിശ്വസിച്ചു. പൗലോസ്ലീഹ പറഞ്ഞതിനോട് ചേർന്ന് ചില പുരുഷന്മാർ വിശ്വസിച്ചു. അവരിൽ അരയോഗസ്ഥാനിയായ ദിയോനുസ്യോസും ദമരീസ് എന്നു പേരുള്ള ഒരു സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നമ്മൾ നിരന്തരമായിട്ട് വചനം കേൾക്കുന്നവരാണ്. അനുഗ്രഹിക്കപ്പെട്ടതായ വചനം നമ്മൾ കേൾക്കുന്നവരാണ്. സ്തോത്രം. ഹൗ ഡു യു അക്സെപ്റ്റ് ഇറ്റ്? ഇത് കേട്ടതിന് ശേഷം ആ വചനത്തോട് ചേർന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണോ? കർത്താവായ യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു. സ്തോത്രം. എൻ്റെ പാപത്തിന് വേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ ചൊന്തിയ രക്തത്താൽ മാത്രമേ പാപത്തിന് പരിഹാരമുള്ളൂ. ആ രക്തത്താലിൻ്റെ പാപത്തിന് പരിഹാരമുണ്ട്. യേശുക്രിസ്തു വീണ്ടും വരും. സ്തോത്രം. എൻ്റെ മരണത്തിന് ശേഷം എനിക്കൊരു ജീവിതമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു വാനമേഘത്തിൽ വരുമ്പോൾ, വിശുദ്ധന്മാരെ ചേർക്കാൻ വരുമ്പോൾ, എനിക്കും അതിനോട് ചേർന്ന് വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ എനിക്കും പറന്നുയരണം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ നിങ്ങൾ ചേർന്ന് വചനത്തിനോട് ചേർന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ? സ്തോത്രം. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ. വചനം കേൾക്കുന്നവരുണ്ട്, പല കമൻറ്റുകൾ പറയുന്നവരുണ്ട്, പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്, തള്ളിക്കളയുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഏത് കൂട്ടത്തിലാണ്? സ്തോത്രം. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ. കാരണം ഈ വചനം നിങ്ങളെ ഒരു നാൾ ന്യായം വിധിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എങ്ങനെയാണ് വചനം കേൾക്കേണ്ടത്? എങ്ങനെയാണ് വചനം സ്വീകരിക്കേണ്ടത്? ഒരു ദൈവവചന ശുശ്രൂഷയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം ഒന്നുകിൽ വചനത്തിൽ നിന്നും നേരിട്ടോ, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരിൽ കൂടിയോ, അല്ലെങ്കിൽ ഒരു സാക്ഷ്യത്തിൽ കൂടിയോ, അല്ലെങ്കിൽ ഒരു ഗാന ശുശ്രൂഷയിൽ കൂടിയോ, ഏത് വിധത്തിലുമാകട്ടെ വചനം നമ്മൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾ എങ്ങനെയാണ് വചനം സ്വീകരിച്ചത്? 1 തെസ്സലോനിക്ക 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ ആ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. എന്തുകൊണ്ടാണ്? പൗലോസ്ലീഹ തെസ്സലോനിക്കയിൽ ചെന്ന് പറഞ്ഞതായ വചനം അവർ മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ അവർ സ്വീകരിച്ചു. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. എങ്ങനെ കേട്ടു? മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ആ വചനം നിങ്ങളിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നു, വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
വചനം പറയുന്ന ദൈവമക്കൾ ഒരുപക്ഷെ നിസ്സാരരായിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അവർ നിങ്ങളുടെ അത്രയും ഉയർന്നവരായിരിക്കുകയില്ല, നിങ്ങളുടെ നിലവാരമുള്ളവരായിരിക്കുകയില്ല, നിങ്ങളുടെ അത്രയും ജ്ഞാനികളായിരിക്കുകയില്ല, നിങ്ങളുടെ അത്രയും വിദ്യാഭ്യാസമുള്ളവരായിരിക്കുകയില്ല, നിങ്ങളെപ്പോലെ പ്രൗഢഗംഭീരമായിട്ട് പ്രസംഗിക്കാൻ അറിയുന്നവരുമായിരിക്കണമെന്നില്ല. സ്തോത്രം. പക്ഷേ അവരുടെ വായിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അതാത് സമയങ്ങളിൽ തരുന്ന വചനം മനുഷ്യൻ്റെ വചനമായിട്ടല്ല, ദൈവത്തിൻ്റെ അരുളപ്പാടായിട്ട് നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ ആ വചനം നിങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും, അത് നിങ്ങളിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കും, അത് നിങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. 1-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണാം, ഇങ്ങനെ അവര് ദൈവവചനമായിട്ട് കൈക്കൊണ്ടതിനാൽ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കും മാതൃകയായി തീർന്നു. അനേക സ്ഥലങ്ങളിലുള്ളതായ വിശ്വാസികൾക്ക് തന്നെ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾ ഒരു മാതൃകയായി തീർന്നു. കാരണം എന്താണ്? അവർ കേട്ട വചനം ഒരു മനുഷ്യൻ്റെ വചനമായിട്ടല്ല, ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ വചനം അതായിരിക്കുന്ന പോലെ തന്നെ കൈക്കൊള്ളുകയും ആ വചനം അവരിൽ വ്യാപരിക്കുകയും ചെയ്തതുകൊണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം, അവര് they have become a best example to others. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളി. സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ. വചനം പറയുന്നവർക്ക് മാർക്കിടുവാൻ നിങ്ങളിരുന്നാൽ ഒരിക്കൽ നിങ്ങൾക്ക് ഒരു ശബ്ദം പോലും ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കുകയില്ല. കർത്താവ് എന്നോട് കരുണ തോന്നണമേ, ഈ നിൽക്കുന്ന ദൈവദാസനിൽ കൂടി ദൈവദാസിയിൽ കൂടി എനിക്ക് ഇന്നത്തേക്ക് ആവശ്യമുള്ള വചനം തരണമേ എന്ന് കാത്തുകാത്ത് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി കാത്തിരുന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം ലഭിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ വചനം പറയുന്നവർക്ക് മാർക്കിടും, നിങ്ങൾ പരിഹസിക്കും, ഇത് വിടുവായനാണെന്ന് പറയും, പിന്നെയും കേൾക്കാൻ കൊള്ളാം, പിന്നെയും വരാൻ സമയമുണ്ടെങ്കിൽ വരാമെന്നൊക്കെ പറഞ്ഞ് റിമാർക്ക് പറഞ്ഞ് നിങ്ങൾ പോവുകയുള്ളൂ. നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ദൈവവചനമായിട്ട് നിങ്ങൾ കൈക്കൊള്ളണം. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് യോനാ പ്രവാചകൻ്റെ പുസ്തകം എടുക്കാം. യോനാ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യോന നഗരത്തിൽ കടന്നു, ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്നു, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു. നിനവേയിൽ ചെന്നിട്ട് യോനാ പ്രവാചകൻ പറഞ്ഞു, ഇനി 40 ദിവസം കഴിഞ്ഞാൽ ഈ നിനവേ ഉന്മൂലമാകും. അവരോട് മാനസാന്തരപ്പെടണമെന്നും പറഞ്ഞില്ല, മാനസാന്തരപ്പെട്ടാൽ ദൈവം സ്വീകരിക്കുന്നൊന്നും പറഞ്ഞില്ല. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും. ഇത് മാത്രമേ പറയാൻ ദൈവത്തിൻ്റെ ആത്മാവ് യോനയോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കൽപ്പിച്ച വചനം അങ്ങനെ തന്നെ യോന ചെന്ന് നിനവയിൽ പ്രസംഗിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ സ്തോത്രം. അടുത്ത വാക്യം. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു, ഒരു ഉപവാസം പരസ്യം ചെയ്തു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? 40 ദിവസം കഴിഞ്ഞ് നിനവേ ഉന്മൂലനാകും എന്നാണോ വിശ്വസിച്ചത്? ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം പറഞ്ഞതല്ലേ, ഇനി ഏതായാലും 40 ദിവസം കഴിയുമ്പോൾ നിനവേ ഉന്മൂലമാകും, അതുകൊണ്ട് ഇനി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ദൈവം അങ്ങനെ കൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർ വിശ്വസിച്ച് അങ്ങനെയല്ല വിശ്വസിച്ചത്. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് വായിക്കാം 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ്റെ ദുർമാർഗവും താൻ്റെ കൈക്കിലുള്ള സാഹസവും വിട്ട് മനം തിരികെയും വേണം. ദൈവം വീണ്ടും അനുതപിച്ച് നാം നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് അവൻ്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും. ഹല്ലേലൂയ. അവരെന്താണ് വിശ്വസിച്ചത്? ദൈവം പറഞ്ഞു 40 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഉന്മൂലമാകും. അവർ വിശ്വസിച്ചു ഈ ദൈവം കഠിനനായ ദൈവമല്ല, ഇത് ഞങ്ങളുടെ പാപങ്ങളെ ചൂണ്ടിക്കാണിച്ചു തന്നിരിക്കുന്നതിലും ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുക. അതുകൊണ്ട് ഈ പാപത്തോട് യാത്ര പറഞ്ഞതിന് ശേഷം ദുർമാർഗം വിട്ടുതിരിഞ്ഞാൽ, ദൈവത്തിന് സ്തോത്രം, സാഹസം വിട്ടുതിരിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, അവൻ നമ്മളോട് കരുണ കാണിക്കും. ഓരോരുത്തൻ താൻ്റെ ദുർമാർഗവും താൻ്റെ കൈക്കുള്ള സാഹസവും വിട്ട് മനം തിരികുകയും വേണം. ദൈവം വീണ്ടും അനുതപിച്ച് നാം നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് അവൻ്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും. ആർക്കറിയാം? അതാണ് അവർ വിശ്വസിച്ചത്. ദൈവം സ്നേഹവാനായ ദൈവം, എന്നെ ശാസിക്കുന്നത്, എന്നെ ശിക്ഷിക്കുന്നത് ദൈവത്തിന് സ്തോത്രം, മറ്റൊന്നിനും വേണ്ടിയല്ല. കഠിനമായിട്ട് എന്നോട് സംസാരിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, നശിപ്പിച്ച് കളയാൻ വേണ്ടിയല്ല, നശിപ്പിക്കാതിരിക്കാൻ മനം തിരിയാൻ വേണ്ടിയാണ്. അതാണ് അവർ വിശ്വസിച്ചത്. ദൈവത്തിന് നിങ്ങളെങ്ങനെ കേൾക്കുന്നുവെന്ന് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. ദൈവത്തിൻ്റെ വചനം കഠിനമായിട്ട് നമ്മുടെ പാപങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിശ്ചയമായും നിങ്ങൾ നശിച്ചു പോകുമെന്നല്ല പ്രിയമുള്ളവരെ. അതിൻ്റെ ഒരു മറുവശമുണ്ട്, 2-ാം ഭാഗമുണ്ട്. ദൈവത്തിന് സ്തോത്രം.
നിശ്ചയമായും പാപത്തിന് ശിക്ഷയുണ്ട്. പാപം ചെയ്യുന്നവൻ മരിക്കും, പാപം ചെയ്യുന്ന നാളിൽ മരിക്കും. ഇതെല്ലാം സത്യം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിൻ്റെ മറുവശമുണ്ട്, രണ്ടാം ഭാഗമുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ദൈവം ഈ സകല കൃത്യം പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും ഹല്ലേലൂയ നീതിമാനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അത് നിനവേക്കാർ വിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. അവരാരും നശിച്ചു പോയില്ല. നിനവേ പട്ടണം ഉന്മൂലനാശം വരുമെന്ന് പറഞ്ഞ പട്ടണത്തിൽ ആരും നശിച്ചു പോയില്ല. എന്തുകൊണ്ട്? അവർ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ സൂക്ഷിച്ചു. കേട്ട വചനം വരെ എങ്ങനെ കേട്ടു? സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടായിട്ടും അവർ കേട്ടു. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 33 അധ്യായത്തിന്റെ 11 വാക്യം നമുക്ക് വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 33 അധ്യായത്തിന്റെ 11 വാക്യം. എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, എന്നാണ് ആ ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ്, ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്ക് ഇഷ്ടമുള്ളതെന്ന്. ദൈവത്തിന് ഇഷ്ടമുള്ളത് ദുഷ്ടനെ നശിപ്പിച്ചു കളയാനല്ല, അവനവന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിവീൻ, തിരിവീൻ, ഇസ്രായേൽ ഗൃഹമേ നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്ന് അവരോട് പറയുക. ഇസ്രായേൽ ഗൃഹമേ നിങ്ങൾ എന്തിനു മരിക്കുന്നു? പാപികളെ നിങ്ങൾ എന്തിനു മരിക്കുന്നു? നിങ്ങൾ എന്തിനു നശിച്ചു പോകുന്നു? നിങ്ങൾക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. നിങ്ങളുടെ രക്ഷകനായ കാൽവറി ക്രൂശിൽ 2 ദുഷ്പ്രവൃത്തിക്കാരുടെ മധ്യത്തിൽ കാലത്തിന്റെ തുകയിൽ മരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഗൃഹമേ നിങ്ങൾ എന്തിനു മരിക്കുന്നു? സ്തോത്രം. ഈ രക്ഷകനിൽ നിങ്ങൾ വിശ്വസിക്കൂ. അവന്റെ അടുക്കിലേക്ക് നിങ്ങൾ വരൂ. ക്രൂസിന്റെ അടുക്കിലേക്ക് വരൂ. അവന്റെ പാദപീഠത്തിൽ നിന്ന് പഞ്ചമുറിവിൽ നിന്ന് തിരക്തത്താലുള്ള ശുദ്ധീകരണം നിങ്ങൾ പ്രാപിക്കൂ. പാപത്തിന് മോചനം പ്രാപിക്കൂ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്നുള്ളതായ ആ സന്തോഷവചനം നിങ്ങൾ കേൾക്കൂ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തെ കഠിനനായിട്ടല്ല, ദൈവത്തിന് സ്തോത്രം, ഒരു എല്ലാവരെയും ശിക്ഷിക്കുന്ന ഒരു കഠിനമൂർത്തിയായിട്ടല്ല. സ്തോത്രം. ആണോ പ്രിയമുള്ളവർ? തൻ്റെ ഏകജാതനായ പുത്രനെ എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി കൈവിട്ട് കളഞ്ഞ വലിയവനായ നിത്യനായ സ്നേഹവാനായ ഒരു ദൈവമാണ്. ആ സ്നേഹത്തെ കണ്ടുകൊണ്ട് നമ്മൾ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ, ആ വചനം സ്വീകരിക്കുന്നുവെങ്കിൽ, സ്തോത്രം, നമുക്ക് പ്രിയമുള്ളവരെ നല്ലൊരു ഭാവിയുണ്ട്. സ്തോത്രം. ആവർത്തന പുസ്തകം 28 അധ്യായത്തിൽ ആദ്യത്തെ 13 വാക്യമുണ്ട്. അതിൻ്റെ അവസാനമാണ് ഇത് പറയുന്നത്. ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു കണ്ടീഷൻസ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ അനുസരിച്ച് ജീവിച്ചാൽ അവൻ നമ്മെ വാലല്ല തലയാക്കും. സ്തോത്രം. ഈ വചനങ്ങളെ കൊണ്ട് ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. വചനം നമുക്ക് സൂക്ഷിച്ച് കൈക്കൊള്ളാം. സ്നേഹവാനായ ദൈവത്തിൽ വിശ്വസിക്കാം. പിതാവായ ദൈവമായി തന്ന തൻ്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവലിയിൽ വിശ്വസിക്കാം. തിരുത്താൽ നമുക്ക് കഴുകൽ പ്രാപിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്നേഹവാനായ കർത്താവേ, അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ യാഗമാക്കി അവിടുത്തെ സ്നേഹത്തെ ഞങ്ങൾ ഓർത്തുകൊണ്ട് ഈ വചനം ഞങ്ങൾ കേൾക്കുകയാണ്. ഞങ്ങളുടെ സകല പാപത്തോടും യാത്ര പറഞ്ഞ്, സകല അവിവേകങ്ങളോട് യാത്ര പറഞ്ഞ്, കർത്താവെ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും യാത്ര പറഞ്ഞ് തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. ഇനി മേലാൽ ഞങ്ങൾ പാപത്തിലേക്കില്ല. സ്നേഹവാനായ നിന്റെ സ്നേഹം കണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതം വിശുദ്ധമായി ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ ഞങ്ങൾ താഴ്ച സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവൻ്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ പേരെഴുതണമേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഞങ്ങൾക്ക് ക്ഷമിച്ചു തരണമേ. സ്വർഗരാജ്യത്തിൻ്റെ അവകാശം കൃപ തോന്നി ഞങ്ങൾക്ക് തരണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ.